അദ്ദേഹത്തിൻ്റെ ബൈറ്റ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളാണ് മെസ്സിയെ കൊണ്ടുവരുമെന്ന് ഏറ്റതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. ഇവിടെ മെസ്സി വരുന്നത് സംബന്ധിച്ച് പണം മുടക്കിയതോ പണം വാങ്ങിയതോ കൊണ്ടുവരാമെന്ന് ഏറ്റതോ ഞങ്ങളാണ് എന്നുള്ള ധാരണയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. CPM പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ ഈ വികസനത്തിന് തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ്. സ്റ്റേഡിയം നവീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. സ്റ്റേഡിയത്തിന് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യങ്ങളും കിട്ടുന്നതിൽ സന്തോഷിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. കാരണം ഞങ്ങൾ കാലഘട്ടത്തിൽ ആരംഭിച്ച് പൂർത്തീകരിച്ച ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ അത് കാലത്തിന് അനുയോജ്യമായി മാറണമെന്നുള്ളതും ഞങ്ങളുടെ ആവശ്യമാണ്. മന്ത്രി അബ്ദുറഹ്മാൻ പറയുന്നത് അനുസരിച്ചായിരുന്നെങ്കിൽ ഇപ്പോ മെസ്സി ഇവിടെ ഈ സമയത്ത് അപ്പവും കരിമീൻ കറിയൊക്കെ കഴിച്ചിരിക്കേണ്ട സമയമായിരുന്നു. അദ്ദേഹത്തിന്റെ ട്രാവൽ പ്ലാൻ അനുസരിച്ചിട്ടാണെങ്കിൽ അപ്പോൾ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പരിപൂർണമായ ഉത്തരവാദിത്വം, അതിൻ്റെ ക്രെഡിറ്റും എല്ലാം വന്നാലും ഇല്ലെങ്കിലും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഗവൺമെന്റിനും GCDAക്കും ബന്ധപ്പെട്ട സ്പോൺസർ അടക്കമുള്ള ആളുകൾക്കുള്ളതാണ്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് അനുസൃതമായി തുടർന്ന് വന്ന വാർത്തകൾ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയും കേരള സ്പോർട്സ് ഫൗണ്ടേഷനും സ്പോൺസറും 3 പേരും ഒരു ട്രൈ പാർട്ടി എഗ്രിമെന്റിൽ ഏർപ്പെട്ടിട്ടുണ്ടായി എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു മീറ്റിംഗ് കൂടി വേർബലായിട്ടൊരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ വേർബൽ എഗ്രിമെന്റ് അല്ലാതെ ഒരു തരത്തിലുമുള്ള കോൺട്രാക്ട് ഇതിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് ഇവർ സൈൻ ചെയ്തിട്ടില്ല. അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. മന്ത്രി ബോള് GCDയുടെ കോർട്ടിലേക്ക് തട്ടി, GCDA ആ ബോള് കേരള സ്പോർട്സ് ഫെഡറേഷന്റെ കോർട്ടിലേക്ക് തട്ടി, കേരള സ്പോർട്സ് ഫെഡറേഷൻ ഇത് സ്പോൺസറുടെ കോർട്ടിലേക്ക് തട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ പാസ് ചെയ്ത് കളിക്കുന്നതല്ലാതെ ആരും ഇത് സംബന്ധിച്ച് ഒരു വ്യക്തതയും നാളിതുവരെ നൽകിയിട്ടില്ല. ഇപ്പോൾ ഇന്നാണ് GCDA ചെയർമാൻ പ്രതികരിച്ചിട്ടുള്ളത്. അവിടെ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ അടിവരയിട്ട് പറയുന്നു, 70 കോടി രൂപയുടെ പ്രവർത്തനങ്ങളുടെ എസ്റ്റിമേറ്റോ അതിൻ്റെ ഡീറ്റെയിൽഡ് ബ്രേക്കപ്പ് പ്ലാനോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 70 കോടി രൂപ ഞാൻ ചെലവഴിക്കും എന്ന് പറയുമ്പോൾ ആ 70 കോടി രൂപ ഏതെല്ലാം ഹെഡ്സിലേക്കാണ് ചെലവഴിക്കുന്നത് എന്ന് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറാവണം. ഇപ്പോൾ ഈ മെസ്സിയുടെ ഡേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേഗതയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ നല്ല കാര്യങ്ങളാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഒരു പ്രശ്നം, അവിടുത്തെ ഗ്രൗണ്ടിൽ ഗ്രാവൽ വിരിക്കുന്നു, മെറ്റൽ വിരിക്കുന്നു, അവിടെ റോഡ് ഉണ്ടാക്കുന്നു. ഇത് സംബന്ധിച്ച് ഈ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനോ ഇത് സംബന്ധിച്ച് GCDAയുടെ മുഴുവൻ കരാറുകാരെ Day 1 മുതൽ അവിടെ നിന്ന് മാറ്റി. അവരിപ്പോൾ പെയിന്റ് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. അവരടിച്ച പെയിന്റ് അതിൻ്റെ മുകളിൽ വേറൊരു പെയിന്റ് അടിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ പണിയെടുത്തത് മുഴുവൻ അവരായിരുന്നു. GCDAയുടെ കോൺട്രാക്ടർ അത് മുഴുവൻ സ്ക്രേപ്പ് ചെയ്ത് അത് മുഴുവൻ വൈറ്റ് വാഷ് ചെയ്ത് അതിനുശേഷം പെയിന്റ് ചെയ്യും. ആ പെയിന്റിന്റെ മുകളിൽ ഇപ്പോൾ വേറൊരു കോട്ട് പെയിന്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ പെയിന്റ് നിർമ്മാതാക്കൾ പറയുകയാണ് ഞങ്ങൾക്കിനി ഇതിന്റെ വാറന്റി തരാൻ സാധിക്കില്ല എന്ന് പറയും. നിർമ്മാണത്തിലിരിക്കുന്ന മുഴുവൻ കരാറുകാരെ പിരിച്ചുവിടുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 1-2 പേരെ മാത്രം നിലനിർത്തുമ്പോൾ ഇത് സംബന്ധിച്ച് GCDAക്ക് യാതൊരു ധാരണയുമില്ല. GCDA അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ചെയർമാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ സൈറ്റിൽ GCDAയുടെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇതിൻ്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനോ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം നടത്താനോ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല.